اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الله سبحانه وتعالى നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് ജാഹ ബർക്കത്ത് കൊണ്ട് നാഫിയായ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അല്ലാഹു ഈ സദസ്സറ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെങ്കത്തെ കുറച്ച് ആൽമാര വിഷയങ്ങളാണ് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ, ഉസ്മാനി ഖലീഫമാരുടെ കൂട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് വളരെയേറെ സ്നേഹിച്ച രാജാക്കന്മാർ. ഇത് ആലിമീങ്ങളെ വിഷയം ചെന്നുകൊണ്ടുള്ളതല്ല. സലാത്തീൻ, ലോകത്തുള്ള സുൽത്താൻമാർ, രാജാക്കന്മാർ, ഖലീഫമാർ, അങ്ങ് എത്രയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച്, അത് ലോകത്ത് വലിയ അത്ഭുതമാണ്. അതുപോലത്തെ ഖലീഫമാരെ എവിടെയും നമുക്ക് കാണാൻ സാധ്യയില്ല. അത്രയും മഹത്വമുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചെങ്കത്തെ ലോക മഹാന്മാർ. അങ്ങളെ ബഗ്യമേ ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയതാ. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു, യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു ചൊല്ല പ്രസിദ്ധനായ ഇമാം ഈ ചൊന്നെങ്കത്തെ ഉസ്മാനി ഖലീഫമാരുടെ ബഗ്യ ഖുലാസത്തുൽ ബയാൻ ഫി ബഅദി മആസിരി മൗലാന സുൽത്താൻ അബ്ദുൽ ഹമീദ് സാനി വ അജ്ദാദിഹി ആലി ഉസ്മാൻ ചൊല്ല പേരിൽ കിതാബുണ്ടാക്കും. അതിൽ ഈ മഹാന്മാരെ മഹത്വങ്ങൾ ചൊല്ല് വിശേഷമായും അവസാനത്തെ ഖലീഫ അബ്ദുൽ ഹമീദ് സാനി തുർക്കി ഖലീഫ, അയാളെ ബഗ്ഗയാണ് യാറ ഇതിൽ ചെന്നുകൊണ്ടുള്ളത്. ഖലീഫത്തു ഹാദൽ അസ്രി മിൻ മൻശരിൽ ലഹും ബിനുസ്രത്തി ദീനില്ലാഹി അഖ്വൽ അസാഇമി ഹും ആലു ഉസ്മാനിൻ ഹും കുല്ലു ബാസിലിൻ യറാ മുഹ്ജൽ അബ്താലി അസ്നൽ ഗനായിമി. അങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഈ മഹാന്മാരെ ബഗ്ഗ ധാരാളം ചൊന്നിട്ടു. വയജൂസു അൻ നുഖബ്ബില ഐദിയഹും, അങ്ങളെ കൈവരെ ചുംബിക്കുക സാധ്യാണ്ട് അയാൾ ചൊല്ലും. ഈ ചൊന്നെങ്കത്തെ ഖലീഫമാർ സാമാന്യ ആൾമാരല്ല, അങ്ങനെ കൈ ചുംബിക്കുക വരെ സാധ്യ. ആരെ ബഗ്ഗയാണ് ചൊന്നുകൊണ്ടുള്ള അധികാരിമാരെ ബഗ്ഗ. ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, അങ്ങ് ഖലീഫമാരാണ്, അങ്ങ് വലിയ മഹാന്മാരാണ്. അതിൽ പിന്നെ അടുത്ത് വന്നെങ്കത്തെ ഖലീഫമാരെ ബഗ്ഗ ചൊല്ലെ അങ്ങളെ കൈ ചുംബിക്കാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഈ കിതാബിൽ ആ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ലോകത്ത് അൽ ഖുലഫാ ഉൽ അർബ, പ്രസിദ്ധരായ 4 ഖലീഫമാർ, അതാണ് അൽ ഖിലാഫത്തുർ റാഷിദ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ രാജധാനി മദീനയാണ്. AD 632 634 വരെ. പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു AD 634 644 വരെ. ആ മഹാന്റെ ക്യാപിറ്റലും മദീനയാണ്. പിന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ക്യാപിറ്റൽ മദീനയാണ്. ഹിജ്റ AD 644 656 വരെ. പിന്നെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫ AD 656 660 വരെ. അപ്പോൾ 4 ഖലീഫമാർ അൽ ഖുലഫാ ഉൽ അർബഅ, ലോകത്ത് തുല്യതയില്ലാത്ത ഭരണം നടത്തിയെങ്കത്തെ മഹാന്മാർ. പിന്നെ കുറച്ച് സമയം ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അധികാരം നടത്തുന്നു. പിന്നെ അത് മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുക്കും. പിന്നെയാണ് അൽ ഖിലാഫത്തുൽ ഉമവിയ ഉണ്ടാവുക. അൽ ഖിലാഫത്തുൽ അമവിയ 661 750 വരെ അമവിയ ഖിലാഫത്താണ്. അതിൽ 1ാമത്തെ ആളാണ് സയ്യിദന മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. AD 661 680 വരെ. അതിങ്ങനെ വന്നിട്ട് പിന്നെ അൽ ഖിലാഫത്തുൽ അബ്ബാസിയ, അബ്ബാസി ഖലീഫമാരാണ് ലോകത്ത് ഭരണം നടത്തുന്നത്. അത് AD 750 1258 വരെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ ഞാൻ ചൊന്ന അൽ ഖിലാഫത്തുൽ ഉമവിയ, അങ്ങളെ ക്യാപിറ്റൽ ഡമസ്കസ് ആണ്, സിറിയത്തെ. കൂഫ, അതുപോലെ ബഗ്ദാദ്, കുറച്ചു കാലം കൈറോ, ഇതെല്ലാം ക്യാപിറ്റലാക്കിയിട്ടിന്നാറ്. അപ്പോൾ ഈ കെട്ട് 3 ഖിലാഫത്ത്, അൽ ഖിലാഫത്തുൽ റാഷിദ, അൽ ഖിലാഫത്തുൽ ഉമവിയ, അൽ ഖിലാഫത്തുൽ അബ്ബാസിയ,
1258. പിന്നെ കുറച്ച് സമയം 1909 അയാളെ പുറത്താക്കിടാർ. 1876 ആഗസ്റ്റ് 31 1909 ഏപ്രിൽ 27 തനಕ ദീർഘമായ ആഡളിത ലോകം മൊത്തം നടത്തിയെങ്കിത്ത ആളാണ്. വെറും ഒരു രാഷ്ട്രത്തെ അധികാരിയല്ല, ഇസ്ലാമിക് ഖലീഫ, ലോകമൊട്ടാകെ മുസ്ലിം ഖലീഫ ഒരാളാണ്. അപ്പൊ 99 ഖലീഫ അബ്ദുൽ ഹമീദ് സാനിയായി വണ്ട്. അതിൽ പിന്നെ ഖിലാഫത്തില്ല, ഖിലാഫത്ത് നഷ്ടപ്പെട്ടിട്ട് അഥവാ ഇന്നത്തെ ഞങ്ങൾക്ക് അതിനെ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ, ഞങ്ങൾ പഠിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് അൽ ഖിലാഫത്തിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്താണ്. ആറും മുസ്ലിമീങ്ങൾക്കെതിരെ ഒരക്ഷരം ഉണ്ടാവില്ല. 20ನೇ ശതമാനം ചൊന്നത് ലോകത്തെ മൊത്തം നശിപ്പിച്ചതാണ്. യൂറോപ്പിടെ കടന്നുകയറ്റം ഏഷ്യൻ രാജ്യത്തും ആഫ്രിക്കൻ രാജ്യത്തും വന്നപ്പ സർവനാശയിത്ത്. യൂറോപ്പിടെ അധിനിവേശ കോളനിയാക്കാത്തങ്കത്തെ 1 ഇഞ്ച് ജാഗ പോലും ലോകത്തില്ല. അങ്ക് ആ ധൈര്യം കിട്ടുള്ള കാരണം ലോകത്തെ ഏറ്റവും വലിയ തടയായിട്ടിന്നെങ്കത്തെ അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ 1909 അതിലെ പ്രസിദ്ധരായ രാജയുടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ അധികാര ആശക് ഇങ്ങളൊട്ടിയെ കൂടിയപ്പ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങളെ പുറത്താക്കിയാറ്. അതോടുകൂടെ മുസ്ലിമീങ്ങളെ ഇസ്സത്ത് ലോകത്ത് തകർന്ന് അതിൽ പിന്നെ ആയിരക്കണക്കിൽ സംഘടന ഉണ്ടായിട്ടിരിക്കും. അതുവരെ സംഘടന ഇല്ല ലോകത്ത്, അതിൽ പിന്നെയാണ് സംഘടന എല്ലാം ഉണ്ടാവിടെ. അതുകൊണ്ട് 5 പൈസത്തെ ഉപകാരങ്ങൾ കുറച്ച് പ്രാദേശികമായ ഉപകാരങ്ങൾ ഇക്കൊണ്ടല്ലാണ്ട് ലോകതലത്ത് ഉപകാരങ്ങളില്ല, ശ്രദ്ധിക്കപ്പെടില്ല. ഖിലാഫത്ത് അങ്ങനെയല്ല. ഏത് യൂറോപ്പിലാവട്ടെ മുസ്ലിമീങ്ങൾക്കെതിരെ ഒരക്ഷരം ഉണ്ടെങ്കിൽ ആ സമയത്ത് അങ്ങനെ തുർക്കി ആസ്ഥാനത്ത് വിളിപ്പാട്ടിയിട്ട് മുണ്ട തെപ്പാട്ടിക്കൊണ്ടിരുന്നാറ് ഈ ചൊന്നെങ്കത്തെ ഉസ്മാനി ഖലീഫമാർ. അപ്പൊ 1909 അത് നശിക്കലോടെ മുസ്ലിം ലോകം ചിന്ന ഭിന്നായിട്ട് ആ ചൊന്നെങ്കത്തെ അബ്ദുൽ ഹമീദ് സ്ഥാനീൻ്റെ പ്രസിദ്ധരായ രാജയുടെ എന്തെല്ലാം തന്ത്രങ്ങൾ കാട്ടിയിട്ട് അയാളെ പുറത്താക്കിയിട്ട് ഗ്രീസിലെ സെലോനിക്കാൻ ചൊല്ലെങ്കത്തെ ജാഗക്ക് അയാളെ റായകടത്തറാർ. ചരിത്രം ചൊല്ലു അയാൾ ഇങ്ങനെ പോകുമ്പോ അയാളെ ടവൽ പീസാക്കിയിട്ട് കീലിട്ടിട്ട് പോണ്ടുകൊണ്ടാണ്. അഥവാ നണ്ടൽ പിന്നെ മുസ്ലിം ലോകത്തെ അവസ്ഥ ഇങ്ങനെയാണ്. സംഭവം ശരിയാണ്. അതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് പൈസ കൂടിയിട്ടിക്കൂ, പണം കൂടിയിട്ടിക്കൂ. അണ്ട് ഇയാളെ പുറത്താക്കുമ്പോ 115 കോടിരത്തര തുർക്കി ഖിലാഫത്ത് കടമുണ്ടുകൊണ്ടാണ്. പക്ഷെ മുസ്ലിമീങ്ങളെ ഇസ്സത്ത് വിട്ടുകൊടുക്കുക അയാൾ റെഡിയായില്ല. അയാളെ പീസാക്കിയിട്ട് മുസ്ലിം ലോക ഇനി ഇങ്ങനെ അവിടെ കൊണ്ട് കാട്ടിയിട്ട് 1918 അയാൾ മരിച്ചിട്ടുണ്ടാണ്. മുസ്ലിം ലോകം അപ്പ ചിന്ന ഭിന്നമായോണ്ടുണ്ടു. അഥവാ 1914 വിശ്വ 1ನೇ മഹായുദ്ധം ഉണ്ടാക്കിയാറ്. തുർക്കിയെ സമ്പൂർണമായും നശിപ്പിച്ചാറ്. ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങൾ ഇല്ലാണ്ടായാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ 1918 ആ മഹാൻ മരണപ്പെട്ടു കൊണ്ടു. 1910 സെപ്റ്റംബർ 22 ഈ ചൊന്നെങ്കത്തെ ഉസ്മാനി ഖലീഫമാരിൽ അവസാനത്താൾ. ഞാനിത് ചൊന്നുകൊണ്ട് അങ്ങനെ ചരിത്രം പൂർണ്ണമായും ചൊല്ലുക സമയമില്ല. അങ്ങനെ മഹബത്ര ബഗ്ഗിയാണ് ചൊല്ലെ. 1918 ഈ മഹാൻ മരിക്കട്. 1910 സെപ്റ്റംബർ 22 അയാളെ ഷെയ്ഖ് എഴുതിരങ്കത്തെ കടലാസ് ഉണ്ട്. ലോകത്ത് വളരെ അത്ഭുതകരമായ കടലാസാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുക അങ്ങനെ നീയത്ത് എത്രയാണ്, അങ്ങനെ ഏറ്റവും വലിയ മഹബത്തും അങ്ങ് ഉണ്ടാക്കിയെങ്കത്തെ അത്ഭുതങ്ങൾ എത്രയാണ്. അയാള് തൻ്റെ ഉസ്താദ് എഴുതിയെങ്കത്തെ ഒരു കടലാസ്. അതിൽ അയാൾ ചൊല്ലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് നിങ്ങൾക്ക് എവിടെ നോക്കിയെങ്കിലും ഈ കടലാസ് കാണുക സാധ്യ. അയാൾ ചൊല്ലു അർഫഉ അരീവത്തി ഹാദിഹി ഇലാ ശൈഖി ത്വരീഖത്തിൽ അലിയത്തി ഷാദുലിയ. അഥവാ ലോകത്തെ ആടളിത്താക്കടങ്കത്തെ മുസ്ലിം ഖലീഫ അയാൾ ഒരു ത്വരീഖത്തെ ആളാണ്. അഥവാ ഷാദുലിമാവിടെ ത്വരീഖത്ത് സ്വീകരിച്ചെങ്കത്തെ ആളാണ്. അയാൾ പള്ളിയിൽ പോയി ബാങ്കൊടുത്തുകൊണ്ടിരുന്നാണ് ഇയാളെ ಬಗ್ಗೆ ചൊല്ലെ. ഈ ഖലീഫമാർ മദീനത്തെ ഹുജറത്തു ഷരീഫ അടിക്കുള്ളെങ്കത്തെ മാറ്റിൽ സ്വന്തം കയ്യിൽ നിർമ്മാണാക്കിയിട്ട് അപ്പുറം കടത്തിക്കൊണ്ടിരുന്നാറുണ്ട് ചരിത്രം ചൊല്ലു. മുസ്ഹഫ് സ്വന്തം കയ്യിൽ എഴുതിയിട്ട് ഓതിക്കൊണ്ടിരുന്നാറുണ്ട് ഇങ്ങളെ ಬಗ್ಗೆ ചൊല്ലു. ഇങ്ങളെ പോലെ തഅലീമും ഹുബ്ബും സ്നേഹവും ലോകത്ത് പടിപാട്ടിയെങ്കത്തെ രാജാക്കന്മാരിക്കാല അങ്ങനത്തെ ആൾമാർ അധികാര കിട്ടുമ്പോഴും പൈസ വരുമ്പോഴും ശരീഅത്ത് മറക്കാതെങ്കത്തെ ലോക മഹാന്മാർ. അതിൽ പിന്നെ എന്തായിത്തും ചൊന്നെങ്കിൽ പൈസ ബന്ത് ഞങ്ങങ്ങ് ദീൻ മറന്നുപോയാ, ദീൻ വിട്ടുപോയാ മുസ്ലിം ലോകം ചിന്ന ഭിന്നായിട്ട്. ഇതല്ലാത്ത വേറെ ഒരു പിന്നെ വിഷയമേ ഇരിക്കില്ല. മുസ്ലിം ലോകം ചിന്ന ഭിന്നമാവും. കാരണം എന്തേന്ന് ചൊന്നെങ്കിൽ പൈസ അങ്ങ് കൂടിയപ്പ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാം തകർന്നു പോയിട്ട് ശരീഅത്ത് തൊട്ട് വിട്ടുപോയാ കൂടെ ചെന്നുകൊണ്ടുള്ള ലോകത്തമേ ആടലിത്താക്കിക്കൊണ്ടുള്ളെങ്കത്തെ തുർക്കി ഖലീഫമാരിൽ അവസാനത്തെ ആള് അയാൾ ഷാദുലി ത്വരീഖത്തെ ആളാണ്. അയാൾ കടലാസ് എഴുതരാറ് കൊണ്ടുണ്ട ആ ഷെയ്ഖ് മഹ്മൂദ് അഫന്ദി അബിഷമാർ ചൊല്ല ആള് കടലാസ് എഴുതര്.
അയാളെ ബറക്കത്തുള്ള രണ്ട് കൈ ഞാൻ ചുംബിച്ചുകൊണ്ടുള്ള റാജിയൻ ദഅവാതിഹി സ്വാലിഹ, അയാളെ സ്വാലിഹായ നിന്റെ ഉസ്താദിനെ ദുആ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള. എന്നിട്ട് അയാൾ ചൊല്ലു, സയ്യിദി ഇന്നനി ബിതൗഫീഖില്ലാഹി തആല മുദാവിമുൻ അലാ ഖിറാഅത്തിൽ ഔറാദി ശാദുലിയ്യത്തി ലൈലൻ വനഹാറ. ഞാൻ ജാവുമ്പോഴും ശാദുലി ത്വരീഖത്തിലെ വിർദിന ഓതിക്കൊണ്ടുള്ള നിങ്ങൾ ദുആക്ക് ആവശ്യം കൊണ്ടു. ഇങ്ങനെയെല്ലാം ആ മഹാൻ ചൊന്നിട്ടു. അവസാനം അയാൾ ചൊല്ലു, ഇന്നനി ലം അതഖല്ല അനിൽ ഖിലാഫത്തിൽ ഇസ്ലാമിയ്യത്തി ലിസബബിമ്മ. 1909 ഇയാളെ പുറത്താക്കിയ, ഇയാളെ പുറത്താക്കുള്ള കാരണമുണ്ട് തന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഞാൻ ഒഴിവായതല്ല. പിന്നെന്തിനാണ് തന്റെ പുറത്താക്കപ്പെട്ട് കൊണ്ടുള്ള നാണ് 150 കോടി ഇംഗ്ലീഷ് പിന്നെ 150 കോടി നമുക്ക് തരേണ്ടക ചെന്നാൽ ഇത്ര കോടി പൈസ നക്കൊണ്ടു എന്തിനാണ് കൊടുക്കണായ കൊണ്ടുണ്ട നിങ്ങളെ അധികാരത്തെ കീഴിലുള്ളെങ്കിൽ ഫിലസ്തീൻ ആ മണ്ണിടെ യഹൂദികൾക്ക് കട്ടാക്കിയിട്ട് കൊടുക്കണോ പീസാക്കിയിട്ട് കൊടുക്കണോ? ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയാസം എന്താണ്? ലോകത്ത് ഗസ്സത്തെ നശിപ്പിച്ചാൽ ആ സമയത്ത് ഈ ചരിത്രങ്ങളെല്ലാം മുസ്ലിമീങ്ങൾ വെറുതെയില്ല. ഗസ് അങ്ങനെ ഇട്ട് ഗസ് ഇങ്ങനെ ഇട്ട് ചൊല്ലല്ലാണ്ട് ഈ ഗസ്സത്തെ നശിപ്പിക്കും കാരണക്കാരായ കുറെ ആൾമാരുള്ളാറ്. ഈ ഗസ്സത്തെ എഴുതി കൊടുക്കൂ ചെന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സ്ഥാനിലൊട്ടിയെ ഫിലസ്തീൻ മണ്ണ് യഹൂദികൾക്ക് എഴുതി കൊടുക്കണോ? എന്തിക്ക് മുസ്ലിമീങ്ങളെ ഹൃദയത്തെ നടുവിലെ യഹൂദികൾക്ക് ജാതി വേണം? യഹൂദികൾക്ക് തങ്ങ അങ്ങ ജാതി തണ്ട ഇന്ന ജാതി തണ്ട ചെമ്മൽമാർ ചൊന്നറാണ്. പക്ഷേ ബ്രിട്ടൻക്ക് അത് മനസ്സില്ല. യൂറോപ്പും മുസ്ലിമീങ്ങളെ നടുലു അങ്ങനെ നെഞ്ഞിലെ നടുലു ഇങ്ങളെ കൊമ്പന്നത് പാട്ടണോ അഥവാ അന്ത്യനാൾ വരെ ഈ സമസ്യ ഇല്ലാണ്ടാവണമെന്നുള്ള വിഷയം മാത്രമാണ് അങ്കിന്നെ. അപ്പൊ ഇയാളൊട്ടിക്ക് പോയി കേട്ടാൽ അത് നമുക്ക് എഴുതി തരണോ? അപ്പൊ പിന്നെ വന്നെങ്കിൽ ആൾമാർ എഴുതി കൊടുത്താറ് നമുക്ക് 100 വട്ട സമ്മതം ചോദിച്ചാറ്. ആ പ്രയാസം പ്രശ്നം ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടുള്ളൂ. ഫലസ്തീനെ സമ്പൂർണമായി നാശാക്കിയിട്ട് ലബനാൻ കൈയിട്ടുകൊണ്ടുള്ളാറ് അഥവാ ഈ മിഡിൽ ഈസ്റ്റ് സമ്പൂർണമായും ഞങ്ങളെ കൈയെടുത്തുകൊണ്ടുള്ളാറ്. പെട്രോൾ മൊത്തം പെട്രോളിയത്തെ മേലാണ് കണ്ണ്. അതെല്ലാം ഞങ്ങളെ കയ്യിൽ പറഞ്ഞുകൊണ്ടുവന്നിട്ടു. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ രക്തം കുടിച്ചുകൊണ്ടുള്ളാറ്. ഇതിന്റെ തുടക്കം കൂടെയാണ്. അബ്ദുൽ ഹമീദ് സ്ഥാനിലൊട്ടി വന്ന് ചെന്നാറ് നിങ്ങ അത് നിങ്ങൾക്ക് വിട്ടു തരണോ ചെന്ന പയാ ചെന്ന പലക്കെന്തര വന്നുണ്ടാ ഇന്നക്കും ലൗ ദഫഅതും മിൻ അൽ-അർദി ദഅബ. നിങ്ങൾ 150 കോടി വിടൂ ഇടീ ലോകമേ ബംഗാൾ നക്ക് തണ്ടയായിട്ട് ചെന്നെങ്കിലും ഒരിക്കലും ഫലൻ അഖ്ബല ബിതക്ലീഫിക്കും ഹാദാ ബിവജ്ഹിൻ ഖത്ഇയ്യൻ. ഒരിക്കലും ഞാൻ ഇത് സ്വീകരിക്കില്ല, ഞാൻ റിജക്ട് ആക്കിക്കൊണ്ടുള്ള ഞാൻ ഒരിക്കലും ഫിലസ്തീൻ മണ്ണ് നിൽക്കെഴുതി തന്നോ റെഡിയില്ല. എന്തുകൊണ്ട്? ലഖദ് ഖദംതുൽ മില്ലത്തൽ ഇസ്ലാമിയ്യത വൽ മുഹമ്മദിയ്യത മാ യസീദു അൻ 30 സന. 30 വർഷത്താട്ടിയാറ ഈ ഉമ്മത്തിനെ ഞാൻ ഖിദ്മത്താക്കിയത്. ഫലൻ ഉസവ്വിദ സ്വഹായിഫൽ മുസ്ലിമീന ആബായി വഅജ്ദാദി മിനസ് സലാത്തീൻ വൽ ഖുലഫാഇൽ ഉസ്മാനിയീന. നന്റെ ഉപ്പാപ്പമാർ നന്റെ ബാപ്പമാർ അങ്ങ് കാത്തു സൂക്ഷിച്ചെങ്കത്തെ ഏറ്റവും നല്ല ആശയം അങ്ങ് കാത്തു സൂക്ഷിച്ചെങ്കത്തെ ആ ഒരു സരണി അങ്ങനെ മുഖത്തെ കറുപ്പാട്ടു ഞാൻ റെഡിയില്ല ചൊന്നിട്ടു. ഞാൻ ഫിലസ്തീൻ മണ്ണ് നിങ്ങൾക്ക് എഴുതിത്തണ്ടില്ല. മാത്രവുമല്ല ഇത് ലോകത്തെ ഏറ്റവും വലിയ നാണക്കേടാണ്. ആ നാണക്കേട് നന്റെ മുഖത്ത് നന്റെ ഖലീഫമാർ നന്റെ അപ്പമാർ അങ്ങനെ മുഖത്ത് ബിഇഖാമത്തി ദൗലത്തിൻ യഹൂദിയത്തിൻ ഫിൽ അറാദിൽ മുഖദ്ദസത്തി ഫിലസ്തീൻ. ഫിലസ്തീൻ മണ്ണിൽ ജൂതന്മാരെ കൊമ്പെന്ന് തെപ്പാട്ടിട്ട് ഈ കറുത്ത അധ്യായത്തെ നന്റെ മുഖത്ത് ഞാൻ എഴുതിയുള്ള ഒരു അടിയില്ല. وقد كان بعد ذلك ولذا فإنني أكرر الحمد والثناء على الله المتعال ചൊന്നിട്ടു. നിങ്ങളെ കൈ ഞാൻ ചുംബിച്ചുകൊണ്ടുള്ള അങ്ങനെ ഇങ്ങനെല്ലാം ചൊന്നിട്ട് അയാളെ കട്ലാസ് അയാൾ അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ ചൊന്നു വന്നത് ഈ അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ അതിന് അവസാനത്തെ ആളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സ്ഥാനി. ആ മഹാന്റെ വകയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു കിതാബ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മഹബത്തിന്റെ വകയാണ്. ഇതേ ആളാണ് ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്. ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ അയക്കുമ്പോൾ തുടങ്ങിയാറുണ്ടായെങ്കിൽ യൂറോപ്പിലെ മദീനത്തിന് നേരെ വരാം. എവിടെ? യൂറോപ്പിലെ മദീനത്തിന് റെയിലിലൂടെ വരാം. അങ്ങനെ ഭരണുവേനായിട്ടാണ് അതിക്ക് മുന്നോട്ടുണ്ടാക്കിയെങ്കിലത്തെ റെയിൽവേ സ്റ്റേഷന്റെ ഇയാളെ കാലത്ത് ഡമസ്കസിനെ നേരെ ഉണ്ടാക്കരുത്. അങ്ങനെ വന്നിട്ട് എവിടെ എത്തുന്നത്? അത് മക്ക മദീനത്തിൽ എത്തണോ എന്നിട്ട് മദീനത്തെ പിന്നെയും അപ്പുറം വ്യാപിപ്പിക്കണോന്നുള്ളെങ്കിലത്തെ ഉദ്ദേശം അയാൾ ഇത്തിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സ്ഥാനി അയാളെ സ്വന്തം പൈസ ഖജനാവിടെ ഇതൊക്കെ പൈസ എടുക്കല്ലേ, സ്വന്തം പൈസ എടുത്തിട്ട് ബാക്കിയുള്ള ആൾമാരെ കയ്യിലെ പിരിവ് എടുത്ത് അങ്ങനെ യൂറോപ്പിലെ ലിസ്ബന്റെ നേരെ എവിടെ മദീനത്ത് ട്രെയിൻ പറഞ്ഞോ അഥവാ അവിടെ നേരെ മദീനത്ത് മക്ക മദീനത്ത് ഹാജിമാർക്ക് പറഞ്ഞു പോകണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദ ശരീഫ് പറഞ്ഞു പോകണോ,
അങ്ങനെ പണ്ട ജാഗയിൽ അത്ഭുതകരമായ രൂപത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കൽ. 1900 ആയപ്പ ഈ റെയിൽ ഡമസ്കസിലെത്തിർ, 1905 ആയപ്പ അമ്മാനിലൂടെ വന്നിട്ട് ജെറുസലേമിലെത്തിർ. അപ്പൊ മസ്ജിദുൽ അക്സത്തെയും കണക്ട് ആക്കണം, 3 അറമടയും കണക്ട് ആക്കണം. 1908 ആഗസ്റ്റ് 23 യൂറോപ്പിലെ റെയിൽ മദീനത്തിൽ എത്തിണ്ടാണ്. 1909 ഭർത്താക്കളാണ് ഒന്നനെ വിശ്വമഹായുദ്ധത്ത് ഈ ഹിജാസ് റെയിൽവേ റെയിലിന്റെ സമ്പൂർണ്ണമായും നാശാക്കളാണ്. അങ്ങനെ അത്ര സുലാഭത്താറും മദീനത്തിൽ പറഞ്ഞു മതിയറ അതിന്റെ ഇല്ല ഇണ്ട് പോയിട്ട് ഹിജാസ് റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടം മദീനത്തിൽ കാണാൻ സാധ്യമാവുള്ളൂ. അവിടെ പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുയുടെ ബില്ല് അതിന് ഇണ്ടും അവിടെ കാട്ടാറ്. അതിൽ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇണ്ട് കാണാൻ സാധ്യ. അപ്പൊ അത് ഉണ്ടാക്കിയതും അത് പൂർത്തിയാക്കിയതും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാനിയാണ്. അങ്ങനെ ഉണ്ടാക്കുമ്പോ ഈ റെയിൽ പാലങ്ങൾ ഉണ്ടാക്കുമ്പോ അങ്ങ് എന്താക്കിയാലും ചൊന്നെങ്കിൽ വലിയ സൗണ്ട് ഉണ്ടാക്കിയില്ലേ, ദൂര സ്ഥലത്ത് പോയിട്ടാണ് ഇതിലെ സാധനങ്ങളെല്ലാം ഫിറ്റാക്കിയോണ്ടു അങ്ങ് നേരെ മദീനത്തെ മുട്ട വന്നിട്ട് ഇത് ഉണ്ടാക്കണേ. എന്നിട്ടോ ആ മദീനത്തെ കുറെ ദൂരാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കണേ. എന്തേ കാരണമാണ് കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബ്ദത്താട്ടി മേൽ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കണ്ടാണ്ട് പരിശുദ്ധ ഖുർആൻ ചൊല്ലുറല്ലേ. അതുകൊണ്ട് വളരെ ദൂരത്താണ് അത് ഉണ്ടാക്കിയിട്ട് വളരെ സമാധാനത്ത് മദീനത്തെ പള്ളിക്ക് നടന്നുകൊണ്ട് പോകണോ ഒന്നു. രണ്ടാമത് ഒരു 30 കിലോമീറ്റർ ഈ ഹിജാസ് റെയിൽവേയിൽ ഒരു സ്പെഷ്യലായ തുണി അങ്ങ് വിരിച്ചിട്ടിരുന്നാറുണ്ടാണ്. എന്തേ കച്ചറകൾ ഉണ്ടാവുക തീറ. എന്നിട്ട് എല്ലാ ദിവസവും അതിനെ കൽക്കിടക്കത്തെ വ്യവസ്ഥ വരെ ആക്കി തിന്നാറ്. ഇത് ആരെ ചൊല്ലെ? മുസ്ലിം ഖലീഫമാരെ ಬಗ್ಗೆ ചൊല്ലെ. ഈ ഖലീഫമാർ നേതാക്കന്മാർ ഇങ്ങനെ മുന്നൽ തിന്നാറുണ്ടായെങ്കിൽ അങ്ങനെ അനുയായി എത്ര നല്ല ആൾമാരായിട്ടേക്കു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ അധികാരത്തിൽ കൊണ്ടുപോകണം, ഞാൻ അങ്ങനെ ആക്കല ഇങ്ങനെ ആക്കല, ഞാൻ ആരെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടുള്ളതല്ല. വലിയ വലിയ ആടളിത്താധികാരി വലിയ വലിയ ആൾമാർ എങ്ങനത്തെ ആൾമാരെല്ലാം ഉണ്ടാറ്. ഞങ്ങളുടെ ഭരിക്കരംഗത്തെ MLA-മാരുള്ള MP-മാരുള്ള ഞങ്ങളെ ഇന്നലെ നോക്കിയെങ്കിൽ എന്താണ് ഞങ്ങളുടെ അവസ്ഥ, എന്താണ്, എത്ര കോടി ഉൾകിട്ടാറ്, എത്ര ആൾമാരെ തലയെടുത്താറ്. ഞങ്ങളുടെ അനുയായികളിൽ നോക്കുമ്പോ ഏറ്റവും മോശപ്പെട്ട ആള് പൈസന്റെ സ്വാധീനം കൊണ്ട് വലിയ പമ്പായി മേലെ വന്നുകൊണ്ടുള്ള നേതാക്കന്മാർ. അങ്ങനെ ആവുമ്പോ പിന്നെ അടിയിലുള്ളവന്റെ അവസ്ഥ ചെല്ലണ്ട. കൂടെ ലോകത്തെ ഭരിക്കരംഗത്തെ ഖലീഫ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കരംഗത്തെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. ഈ ഉസ്മാനി ഖലീഫമാരാണ് പരിശുദ്ധമായ അൽ ഖുബ്ബത്തുൽ ഖദറാ മദീനത്തിൽ അൽ ഖുബ്ബത്തുൽ ഖദറാ ഉണ്ടാക്കുന്നത്. ഉസ്മാനി ഖലീഫമാരാണ്. മദീനത്തിൽ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാക്കിയത് ഉസ്മാനി തുർക്കി ഖലീഫമാരാണ്. അവിടെ കുറെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സാനി അയാളുടെ കാലത്തുണ്ടായ പള്ളിയും അതിക്ക് മുന്നിലുണ്ടായ ധാരാളം നിർമ്മാണങ്ങൾ മദീനത്തിൽ കാണുക സാധ്യ. ആ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കില്ല. തുർക്കി ഖലീഫമാരെ ಬಗ್ಗೆ 33 ക്ലാസ് ഞാൻ എടുത്തത്. ആവശ്യമുള്ള ആൾമാർ അത് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുബ്ബത്തുൽ ഖദറാ പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബ അതിന്റെ മേൽ ആദ്യം കണ്ടത് ഹിജ്റ 678 ആണ്. 678 ആദ്യം ആ കുബ്ബ ഉണ്ടാക്കുന്നത്. പിന്നെ അത് ഉണ്ടാക്കിയെത്ത ആളാണ് മുഹമ്മദ് ഖലാവൂൺ ചൊല്ലിക്കെത്ത ആൾ. പിന്നെ ഹിജ്റ 886 ഒരു രാജാവിൻ സുൽത്താൻ പിന്നെ അൽ ഖായത്ത് ബായി ചൊല്ലിക്കെത്ത ആൾ. അയാൾ മദീനത്തെ പള്ളിക്ക് വലിയ തീപിടുത്തം ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഈ കുബ്ബത്തെ സമാക്കൽ. മൂന്നാമത് അവസാനമായി ഈ കുബ്ബത്തെ സമാക്കിയ ആളാണ് സുൽത്താൻ മഹ്മൂദ് ചൊല്ലിക്കത്തെ ഈ ചൊന്ന തുർക്കി ഖലീഫമാരിൽപ്പെട്ട ആൾ. അയാളാണ് ഇതിലെ മൂന്നാമത് പുനർനിർമ്മാണാക്കളെ. ഇന്നും അതേ രൂപത്തിലാണ് അതിനെ നമുക്ക് കാണുക സാധ്യം. അഥവാ മഹ്മൂദ് ഇബ്നു സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ, മഹ്മൂദ് സാനി ഇബ്നു സുൽത്താൻ അബ്ദുൽ ഹമീദുൽ ഔവൽ ചൊന്നിട്ട് ഒരാളും. അയാളെ മോനാണ് മഹ്മൂദ് സാനി പച്ചക്കുബ്ബ ഉണ്ടാക്കിയിട്ട് അതിക്ക് പച്ച കളർ കൊടുക്കും. ആദ്യം അത് ബെൽറ്റ് ടിന്റാണ്, പിന്നെ അത് നീലക്കറായിട്ട്, പിന്നെ അൽ ഖുബ്ബത്തുൽ ഖദറാത്തുള്ള രൂപത്തിൽ ഹിജ്റ 1233 അത് നിർമ്മാണാക്കല്. ഇന്നും അതേ നിർമ്മാണത്തിലുണ്ട്. പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മേലിലുള്ള പച്ചക്കുബ്ബ. ഈ പച്ചക്കുബ്ബ കൂട്ടിയിട്ട് 171 കുബ്ബയാണ് അതിന്റെ മേലിലുള്ളത്. അതുപോലെ ചനിക്കട് കുബ്ബ ഉണ്ട്, ഇലക്ട്രിക് കുബ്ബ. അത് നോക്കി 196 കുബ്ബ പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മേലിൽ നമുക്ക് കാണാൻ സാധ്യം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം മഹബത്ത് വെച്ചിരിക്കുന്ന ഉസ്മാനി ഖലീഫമാരെ ಬಗ್ಗೆ ചൊല്ലെ. ഇതിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരാളുണ്ട്, സുലൈമാനുൽ ഖാനൂനി ചൊന്നിട്ടു. അയാളുടെ കാലത്ത് യൂറോപ്പിലെ അതുപോലെ ലോകത്തെ ഏകദേശം ഭാഗം ഒരു 3/4 മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് സുലൈമാനുൽ ഖാനൂനി.
ആ മഹാന്റെ കാലത്താണ് ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇന്ത്യ യൂറോപ്പ് പോയി വന്നെങ്കിൽ താൽമാർ ചൊല്ലാർ എന്തൊരു വണ്ടർഫുൾ, എന്തൊരു ക്ലീൻ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതെല്ലാം തുടക്കത്തിൽ കൊണ്ടുവന്നത് ഈ ഖലീഫമാരാണ്. ഇങ്ങനെ കാലത്ത് എല്ലാം എന്തുണ്ടാണ്, അന്യന്യ മുസാഫിർ ഖാന, അന്യന്യ സ്പെഷ്യൽ പാർക്കിംഗ് സൗകര്യങ്ങൾ, ഇന്ത്യ നാടിനെങ്കത്തെ ഇതിക്കെല്ലാം തുടക്കമിട്ടത് ആണ്. 800 വർഷം ലോകത്തെ ആടലിക്കാക്കിയെങ്കത്തെ ഈ ആൾമാരെ മഹബത്ത് നമ്മൾ നോക്കുമ്പോ ഓർമ്മക്ക് ഞാൻ വായിച്ച അത്രയും വലിയ ആളാണ് സുലൈമാനുൽ ഖാനൂനി. അയാൾ മരിക്കുമ്പോ നടത്തിക്കത്തെ വസീയത്തുകളെല്ലാം ഉണ്ടു. തന്റെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് പോണു. കാരണം ലോകത്തെ ഭരിച്ചെങ്കത്തെ ഖലീഫ അവസാനം പോണ്ടത് കൈ ശൂന്യാക്കിയിട്ടാണ്. ആ ആൾമാർ മരിക്കുമ്പോ ആക്കിയ വസീയത്തുകളെ ധാരാളമുണ്ട്. ഈ സുലൈമാനുൽ ഖാനൂനിനെ പറ്റി ഓർമ്മക്ക് ഞാൻ വായിച്ച അയാൾ ഒരു ഹാദിമിൻ. ആ ഹാദിമിയുടെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പൊ എപ്പോഴും അയാൾ ഹാദിമിനെ വിളിക്കല് മുഹമ്മദ് ചൊന്നിട്ട് മുഹമ്മദിന്റെ അയാൾ വിളിക്കല് മുഹമ്മദിനെ വിളിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം ചൊല്ലുന്നത്. അങ്ങനെ ഒരു നാൾ അയാൾ എന്താക്കി ചൊന്നെങ്കിൽ അയാൾ പേര് ചൊന്ന് വിളിച്ചില്ല, യാ ഗുലാം ചൊന്നിട്ട് അയാൾ വിളിച്ചിട്ട് അങ്ങനെ വിളിച്ചപ്പോ അണ്ട് ഭാരി ബേജാറാണ് ഇയാൾ. ഈ ഗുലാമുകൾ എപ്പോഴും തന്റെ ഖലീഫ പേര് ചൊന്നിട്ട് വിളിക്കലല്ലേ, ഇന്നത്തെ ഇങ്ങനെ വിളിച്ചേ. അങ്ങനെ പിറ്റേന്ന് അയാൾ ഭാരി ബേജാറിൽ രാജാവിടെ കൊണ്ട് വന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചേ. അപ്പൊ അയാൾ ചൊന്ന മറുപടി അയാൾ ചൊല്ലു, നാണ് മുഹമ്മദ് ചൊല്ലുന്ന പേര് ഉളു ഇല്ലാണ്ട് വിളിക്കലില്ല. ഉളു ഇല്ലാണ്ട് മുഹമ്മദ് ചൊല്ലുന്ന പേര് ഞാൻ ചൊന്നിട്ടേ ഇല്ല. ഇന്നലെ നാണ് നിന്റെ വിളിക്കൽ ആവശ്യം വന്നപ്പോ നമുക്ക് ഉളു ഇല്ലത്. അതുകൊണ്ടാണ് മുഹമ്മദ് ചൊല്ലുന്ന പേര് മാറ്റിയിട്ട് യാ ഗുലാം ചെറുക്കാൻ ചൊന്നിട്ട് ഞാൻ വിളിച്ചേട്ട് സുലൈമാനുൽ ഖാനൂനി ചൊന്നുകൊണ്ടാണ് ഒരു ചരിത്രം. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരല്ല, ആ പേര് പിന്നൊരാൾ കിട്ടപ്പോ ആ പേര് ചൊല്ലണമെങ്കിൽ വരെ ഉളു വേണമെന്നുള്ള വിശ്വാസം ഖുർആനിലില്ല, ഹദീസിലില്ല. പക്ഷെ അത് ഖൽബിന്റെ മഹബ്ബത്താണ്. അപ്പൊ ഈ സുൽത്താൻമാരെ ಬಗ್ಗೆ ഞാൻ ചൊല്ല് നേരത്തെ ഞാൻ ചൊന്നത് വലിയ വലിയ ഉലമായുടെ ಬಗ್ಗೆ, സാദാത്തിന്റെ ಬಗ್ಗೆ, സ്വഹാബത്തിന്റെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടുള്ളല്ല. പൈസ നിറഞ്ഞെങ്കത്തെ കോടീശ്വരന്മാരായ ലോകത്തെ ആടലിത്താക്കിക്കൊണ്ടുള്ളെങ്കത്തെ രാജാക്കന്മാരെ വിജയമാണ് ചൊന്നുകൊണ്ടുള്ളത്. നീണ്ട പരിശുദ്ധമായ കഅബാലയത്തെ ഞങ്ങളുടെ മദീനത്ത് പോയെങ്കിൽ ആ മദീനത്തെ പരിശുദ്ധ റൗള ഷരീഫ് അല്ലെ, മദീനത്തെ പള്ളി ഇങ്ങനെ ഇട്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫ് ഇപ്പുറത്ത് അല്ലെ, ആ ഹുജ്റത്തു ഷരീഫത്തെ മേലിൽ ഈ സൈഡിൽ 2 ബൈത്ത് കാണും. ശ്രദ്ധിച്ചടാ, 2 ബൈത്തുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സലാം ചൊല്ലു പോകുമ്പോ അഞ്ഞ അതിൽ 2 ബൈത്ത് എന്തി വെച്ചിരും. ഇത് പണ്ടെല്ലാം ഈ തുർക്കി ഖലീഫമാരുടെ പണിയാണ്. അതെല്ലാം ഇത് വായിച്ചതാണ്. ഖസീദത്തുൽ ബുർദ ഫുൾ അഞ്ഞ എന്തി വെച്ചിട്ട് ഇന്നുണ്ടാണ്. അതെല്ലാം വായിച്ചിട്ട് ഇണ്ട് പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫത്തെ ഉൾക്ക പോണ്ട വായിലുണ്ടല്ല അപ്പുറത്ത് മുതലെല്ലാം ഞാൻ പോകൂട്ടിനാറ് ഇപ്പോൾ ബന്ധാക്കിടാറ്. ഫാത്തിമ പിന്നെ ഒരു വായിൽ മാത്രമാണ് ആ സൈഡിൽ ഓപ്പൺ ആക്കുന്നത്. ആ വായിലെ ചിൽക്കത്തില് ഞാൻ നേരിട്ട് കണ്ട ബൈത്ത് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്താക്കപ്പെടുന്ന നേതാവാണ് ചൊന്നിട്ട് ഖസീദത്തുൽ ബുർദത്തെ ഓർഗരെ അതിൽ എത്തി വെച്ചിട്ട് അത് ഉൾക്കൊൺ ബൈത്ത് എന്തിനാണ് ചരിത്രം ചൊല്ലു ഇക്കട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ സലാം ചൊല്ലു പോകുമ്പോ യാ ഖൈറ മൻ ദുഫിനത് ഫിൽ ഖാഇ അഅ്മുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അഖമു ചൊന്നിട്ട് ഒരു കുന്തത്തിൽ എത്തി വെച്ചിട്ട് പിന്നൊരു കുന്തത്തിൽ പിന്നൊരു ബൈത്ത് എത്തി വെച്ചിട്ട് അത് എതിർഭാഗത്താണ്. ഇപ്പുറത്ത് പള്ളിയുടെ ഉള്ള റൗള ഷരീഫിയുടെ ഇടത്ത് നമ്മൾ നോക്കുമ്പോൾ മതിലിന് മേൽ 2 ബൈത്ത് കാണും. അപ്പുറത്ത് 2 പൈൻ്റ് കൊടുത്ത് വായിച്ചതാണ്. ആ ബൈത്ത് ആരെന്തിയതും ചൊന്നെങ്കിൽ അബ്ദുൽ ഹമീദുൽ അവ്വൽ ചൊല്ലെങ്കിൽ തുർക്കി ഖലീഫമാരിൽപ്പെട്ട ഒരാളാണ്. അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹാക്കി എത്തിയ ബൈത്താണ്. ഹിജ്റ 1137 ജനിച്ചിട്ട് 1203 വഫാത്ത് അഥവാ 1725 ക്രിസ്തശക 1789 അയാൾ വഫാത്താവുന്നത്. കുറെ വർഷത്തിന് വന്നുള്ളൂ. ആ അബ്ദുൽ ഹമീദുൽ അവ്വൽ യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. ലോകത്തുള്ള കോടിക്കണക്കിന് ആൾമാരെ ബായിൽ ബണ്ടക്കെത്ത ബൈത്താണ്. ഞാൻ ഇതേ ആയത്തൊരു പാലക്കാരൻ എൻ്റെ ഒട്ടിക്ക് എടുത്ത് സയ്യിദ് ബൈത്ത് എനിക്ക് പണ്ടാണ് എടുത്തു. സയ്യിദ് ബൈത്ത് അപ്പൊ ഞാൻ കേട്ടത് സയ്യിദ് ബൈത്ത് അല്ല, അതൊരു 13 ബൈത്ത് ഉണ്ടല്ലോ. ഞാൻ പണ്ട് ചിരിക്കുമ്പോ കാണാൻ പാടാക്കിയാൻ അത് ഈ ബൈത്താണ്. അപ്പൊ ഞാൻ ചൊന്നത് അബ്ദുൽ ഹമീദുൽ അവ്വൽ ഉണ്ടാക്കിയ ബൈത്താണ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. ഓ എൻ്റെ നേതാവേ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നന്റെ കൈ നിങ്ങൾ പിടിക്കോളൂ. ഇയാളെന്റെ ഈ ബൈത്തിനെ തഹ്മീസാക്കിയ ഇമാമീങ്ങൾ ഒലമാൾ ഇതിനെ യാറാക്കില്ല. 5 ബൈത്ത് കൂട്ടിയിട്ട് 4 ബൈത്ത് കൂട്ടിയിട്ട് തഹ്മീസാക്കിട്ടുണ്ട്. അങ്ങനെ എല്ലാമോ فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمد. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് അയാൾ ചൊല്ലു യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ്. ഈ ബൈത്തുണ്ടോ? ഈ ബൈത്ത് ഇണ്ടോ? ബാക്കിയെല്ലാം തീർമാനിച്ചാൽ ഈ ബൈത്തുണ്ട്. യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ്. ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ജാഗയിൽ നിൽക്കുന്ന ആൾ നാളെ ആഖിറത്തിൽ അസാ യബഅദക റബ്ബുക മഖാമൻ മഹ്മൂദ. ആർക്കും ഇല്ലാത്ത സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് കൂടെ. എന്നിട്ടോ യാ മൻ തഫജ്ജറത്തിൽ അൻഹാറു നബിഅതൻ മിൻ ഇസ്ബഇഹി ഫറവൽ ജൈശ ബിൽ മദദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ വിളിക്കുന്നത് സ്വന്തം ബർലുടെ ഇടയിൽ നിന്ന് പോലെ തന്നി പുറത്തു വന്നിട്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഇദാ സാമനി ളൈമുൻ യുറബിഉനി അഖൂലു യാ സയ്യിദസ് സദാതി യാ സനദി. നമുക്ക് എന്തെങ്കിലും പ്രയാസമായെങ്കിൽ ആ സമയത്ത് ഞാൻ ചൊല്ല പലക്കാണ് യാ സയ്യിദസ് സദാതി യാ സനദി കുല്ലി ശഫീഅൻ ഇലർ റഹ്മാനി മിൻ സലലി വംനുൻ അലയ്യ ബിമാ ലാ കാന ഫീ ഖലദി ജുനതു ഫമദ്ഹുഹു ലം യസൽ ദഹി മദാ ഉമരി വഹബ്ബുഹു ഇൻദ റബ്ബിൽ അർശി മുസ്തനദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദർ ആയിസ് മുഖേന തന്റെ പതിവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം അത് അർശിയുടെ റബ്ബുടെ മുട്ട തന്റെ അവലംബമാണ്. ആ ഓരോ ബൈത്തും പ്രവിശാലമായ ആശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ ചൊന്നത് ഇത് എഴുതിയതാരുടെ കേട്ടെങ്കിൽ ഈ ആലു റഹ്മാൻ ഉസ്മാനി ഖലീഫമാരിൽപ്പെട്ട അബ്ദുൽ ഹമീദുൽ അവ്വൽ ചൊല്ലിക്കത്തെ ആളെഴുതിക്കത്തെ ബൈത്താണ്. ഞാൻ നേരത്തെ ചൊന്ന അബ്ദുൽ ഹമീദ് ഉസ്താനി അവസാനത്തെ ഖലീഫ. അയാളെ ಬಗ್ಗೆ സാധാരണ കാണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഉസ്മാനി ഖലീഫമാരെ ಬಗ್ಗೆ ക്ലാസ്സിൽ മുമ്പ് 2-3 കിതാബ് ഞാൻ പരിപാടിയിട്ടില്ല. ആ കിതാബുകൾ കണ്ട വിഷയമല്ല. എന്നാലും സാധാരണ എല്ലാവരും ചൊല്ലെങ്കിലത്തെ ഒരു സംഭവമാണ്. ഇതേ അബ്ദുൽ ഹമീദ് ഉസ്താനി അയാൾ അയാളെ ഓഫീസിൽ ഇങ്ങനെ ബന്ധാക്കൂ നിൽക്കുമ്പോ ഒരാൾ ഓടി വന്നിട്ട് അയാൾ ചൊല്ലു നക്ക് പിന്നെ സുൽത്താൻ റൊട്ടിക്ക് നക്ക് അല്പം കൊണ്ടുകൊണ്ടു ബന്ധാക്കൂ ഭർത്തായിടാറ് നക്ക് സുൽത്താന്റെ കണ്ടിട്ടേ ആവണോ പോണുകൂടില്ല ഉൾഗം ഇയാളെ. ആ സമയത്ത് പോണുകൂട്ടില്ലെങ്കിൽ നിങ്ങൾ സുൽത്താന്റെ ഇല്ലാണ്ടാവും എന്തും. അതുകൊണ്ട് നക്ക് പോയേ തീരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടതാണ്. ഇയാൾ ഓടിപ്പോയി ചെന്ന് കുല്ലി ഹമീദിന ഞങ്ങളെ ഹമീദിലൊട്ടിക്ക് ചൊല്ലണോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. എന്താണ്? അന്നഹു യദ്കുറുനാ ബിസ്സലാത്തി വസ്സലാമി കുല്ല ലൈല. എല്ലാ ജാവുമ്പോഴും നമുക്ക് സ്വലാത്ത് ചൊല്ലൂ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ആടളിത്ത ആക്കിടക്കെ താഴ്വാർ പൈസ ഉള്ളെങ്കിൽ താഴ്വാർ പണക്കാർ ആലിമീങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ പാഠമുണ്ടാണ്. നമുക്ക് ഒരല്പം പൈസ എങ്കിൽ പിന്നെ ചിലപ്പോ സുന്നത്തിസ്കരിക്ക് ഊർസത്തിക്കില്ലേ, സ്വലാത്തിലുള്ള ഊർസത്തിക്കില്ലേ. ലോകത്തെ ഖലീഫമാർ മദീനത്തെ ഹുജറത്തു ശരീഫ് അടിക്കൂ സ്വന്തം കയ്യിൽ മാറ്റിലുണ്ടാക്കി കിടത്തിക്കൊണ്ടുള്ളാറ്. ആ പള്ളിയിൽ പോയി പങ്കെടുത്തുകൊണ്ടുള്ളാറ്. ഒരു ചെറിയ പഞ്ചായത്തിൽ അധികാരം കിട്ടിയെങ്കിൽ പിന്നെ പള്ളിയുടെ ഭാഗത്ത് പറയുന്നതൊക്കെ ഊർസത്തിക്കില്ല. എന്റെ ലോകമേ എന്റെ തലയിൽ പുറത്തു വെച്ച പോലെയാണ്. ആധുനിക ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ മുസീബത്തുകളാണ്. അതൊന്നുമല്ല, പൈസ അല്ല, എന്ത് ബന്ധവും തണ്ടവൺ അല്ലാഹുവാണ്. ആ നനപ്പ് നമുക്ക് വേണോ? നിങ്ങൾക്ക് എന്ത് തന്നെങ്കും തണ്ടവൺ അല്ലാഹുവാണ്. അതിൽ 1 സെക്കൻഡിൽ ഊരിയെടുക്കോ പഠിച്ചോണ്ടോ സാധ്യമാണ്. ആ ബോധങ്ങൾ ഇന്നേക്കത്തെ സുൽത്താൻമാരാണ് ഞങ്ങളെ ഭരിച്ചിട്ടില്ലേ. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇത്രയും വലിയ ഇസ്സത്ത് നമ്മൾ ഞാൻ ചെന്നല്ലേ ഇണ്ട്. ഒരു 100 വർഷത്തെ ഇടക്ക് ലോകമൊട്ടാകെ ഇസ്ലാം നാം എത്തുവാട്ടിയാൽ ചൊല്ലൂ ആർക്കും സാധ്യയില്ല. ഇസ്ലാം എത്തുവാട്ടിയത് ഈ ഖലീഫമാരാണ്. ലോകമൊട്ടാകെ എത്തുവാട്ടിയാർ അങ്ങ് മഹബത്തിൽ മുങ്ങിക്കുളിച്ചാർ, ശരീഅത്തങ്ങ് പാലിച്ചാർ, ആലിമീങ്ങ ചൊന്നത് ആദരിച്ചാർ. ഒരക്ഷര അപ്പുറ ഭവാനത്തെ സുൽത്താൻമാരാണ്. അങ്ങനെ കയ്യിലാണ് ലോകയിന്ന്. അതുകൊണ്ട് ഇത്രത്തോളം ലോകയെത്തിയിട്ട് അന്ത്യനാൾക്ക് ഞങ്ങൾ എത്തിയ ലോകത്തെ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഇയാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൈനംദിന സ്വലാത്ത് ചൊല്ലിക്കത്താളാണ്. എത്രയാണ് സ്വലാത്ത് ചൊല്ല്. അങ്ങനെ ഒരു നാൾ ഒരാൾക്ക് സ്വപ്നം കണ്ട് അയാൾ ഓടിപ്പോയിട്ട് അബ്ദുൽ ഹമീദ് താനി ചൊല്ലിക്കത്തെ ഈ അവസാനത്തെ ഖലീഫ അയാളൊട്ടിക്ക് പോയി ചെല്ല് നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം കണ്ടേ എന്ത് ചൊന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് കുല്ലി ഹമീദിന ഞങ്ങളെ ഹമീദ് ഞങ്ങളെ അബ്ദുൽ ഹമീദ് അയാളൊട്ടിക്ക് നീ പോയി ചെല്ലണം. എപ്പോഴും എല്ലാ ജാറവും സ്വലാത്ത് സലാം അയാൾ ചൊല്ലു. ഇന്നലെ അയാൾ മറന്നത് അതുകൊണ്ട് ഒന്നത് ചൊല്ലണം. പിന്നെ നിങ്ങൾക്ക് കടമുണ്ടല്ലേ ചെമ്മ അയാളൊട്ടിക്ക് പോയിട്ട് ആവശ്യം ചൊല്ലണം. അയാൾ കടം വേണ്ടി തരണോ. അങ്ങനെ ചൊന്നപാടെ രണ്ടാമത് അയാൾ കേട്ടു മാതാക്കാല എന്തൊരു ചൊന്നേ മറാത്തിൻ മറാത്തിൻ പലേ വട്ടവും കേൾക്കണം.
എന്നിട്ട് ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലി ഹമീദിൻ അത് ചൊന്ന ഞങ്ങളെ ഹമീദിനൊട്ടിക്ക് ചൊല്ലും ഞങ്ങളെ ആളുണ്ട് അതിനർത്ഥം ഞങ്ങളെ ആളും ചൊന്നത് ആര് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയാൾ കേൾക്കുമ്പോ പിറകെയാണ് കുല്ലി ഹമീദിന ചൊല്ലു ഞങ്ങളെ ഹമീദ്. അപ്പൊ ഇയാൾ മാറിയിട്ട് അങ്ങ് പൈസ കൊടുക്കണം, രാജാവല്ലേ പൈസ കൊടുക്കണം. എന്നിട്ട് കേൾക്കണേ എന്തിനു ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലി ഹമീദിന. ഞാൻ ഒരു സംഭവം ചെയ്യുന്നല്ലേ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും മൂന്നാമത്തെ വട്ടം ചെന്നപ്പോഴാണ് ഔദ്യോഗികത്തെ ജോറ് മടക്കണേ. എന്തേ അത് നിങ്ങൾ പലത്തെ ആറ് കേൾക്കട്ടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആനക്ക് ആറ് കിട്ടട്ടെ. അതുപോലെ ഇയാൾ പിന്നെയും കേൾക്കണേ. ആ സമയത്ത് അവിടെ രാജാവുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും അല്ലേ അയാൾ അത്ഭുതമായിട്ട് അയാൾ ചൊല്ലോട് ഇത് വല്ലാത്ത ഒരാളായിട്ടല്ലേ നിങ്ങൾ പിന്നെയും ചൊന്നുകൊണ്ടുള്ളാറ് പൈസ കൊടുത്തോണ്ടുള്ളാറ്. ഇതിപ്പോ ഖജനാവെ തീരും പോലെയുണ്ടോ? അപ്പൊ രാജാവ് കരഞ്ഞോണ്ട് ചൊന്നെങ്കിൽ തബറക്ക തന്റെ എല്ലാ സമ്പത്ത് ദീനെങ്കും അയാൾ തേടിയെങ്കും ലകുന്തു അഅതൈതുഹു അയാൾക്ക് നാണ് കൊടുക്കുക. എന്തുകൊണ്ടു നാൻ എല്ലാ ജാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയ ആളാണ്. ഇന്നലെ കുറച്ച് ബിസി ഇന്നപ്പോ നസീതു സ്വലാത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാനങ്ങ് സ്വലാത്ത് മറന്നുപോയ നക്ക് തെറ്റ് സംഭവിച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഉണർത്തിയിട്ടല്ലേ ചൊന്നിട്ടു അയാളങ്ങ് കരഞ്ഞു പോയിട്ട്. അപ്പൊ ചൊന്നത് കുല്ലി ഹമീദിന ഞങ്ങളെ ഹമീദ് റൊട്ടിക്ക് ചൊല്ലണോ ചെന്നപ്പ അയാൾക്ക് വല്ലാണ്ട് മിസ്സായി പോയിട്ട്. അഥവാ ഈ ഉസ്മാനി ഖലീഫമാർ അങ്ങ് ത്വരീഖത്തിലെ ശൈഖന്മാരെ വിപറ്റിയ താഴ്മാരാണ്. ചെറുതിലെ ഞങ്ങളെ ഖൽബിൽ നിറഞ്ഞത് ഹുബ്ബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹമാണ്. ഏത് സെക്കൻഡിലും അങ്ങ് ചെന്നോണ്ടിരുന്ന മുറാദ് അസ്സാനി ചൊല്ലെങ്കത്തെ ആൾ മുറാദ് അസ്സാനി ചൊല്ലെങ്കത്തെ ഉസ്മാനി ഖലീഫ അയാളങ്ങ് മരിക്കിടക്കത്തെ ടൈമിൽ അയാൾ വസിയത്ത് എഴുതി വെച്ചത് ഓതുക ചൊല്ലു ഇഖ്റ വസിയത്തന ഞങ്ങളെ വസിയത്ത് ഒന്ന് ഓതുറോ. അങ്ങനെ അയാൾ ഓതു അയാളെ വസിയത്ത് എന്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് അങ്ങനെ എല്ലാം ചൊല്ലിട്ട് അയാൾ ചൊല്ലു നന്റെ അധികാരത്തെ നന്റെ സ്വത്തുര മൂന്നിലൊന്ന് നിങ്ങൾ എന്താക്കണോ ഒന്നുണ്ട അത് മക്കത്തുള്ള ഫക്കീറന്മാർക്ക് ടോട്ടൽ മൂന്നിലൊന്നര ഓതിയാക്കിയിട്ട് 3000 കഷ്ണ ബംഗാറ് മക്കത്തുള്ളെങ്കത്തെ പാവപ്പെട്ട ആൾമാർ കൊടുക്കണോ. പിന്നെ ഒരു 3000 മദീനത്തുള്ളെങ്കത്തെ ആൾമാർ കൊടുക്കണോ. പിന്നെ 500 അത് മക്കത്തിൽ ഖുർആനോദരങ്കത്തെ ആൾമാർ കൊടുക്കണോ. പിന്നെ 7000 ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തുൽ തൗഹീദ് മസ്ജിദുൽ അഖ്സത്ത് ചൊല്ലെങ്കത്തെ ആൾമാർ കൊടുക്കണോ. ആ സമയത്ത് മക്ക മദീന നിങ്ങൾ അധികാരത്തിൽ ഇല്ലത്തുണ്ട. പക്ഷേ മരിക്കുന്ന സമയത്ത് വസിയത്ത് എന്തിനെങ്കിൽ നന്റെ സമ്പത്തിനെ ഒരേ ഭാഗം മക്ക മദീനത്തുള്ള ആൾമാർ കൊടുക്കണോ. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ അത് അമാകിനുൽ മുഖദ്ദസ സംശുദ്ധമായ ജാഗയാണ്. അതുകൊണ്ട് ആ മോറിലാണ് മുഹമ്മദുൽ ഫാത്തിഹി ചൊല്ലെങ്കത്തെ ആള് മുഹമ്മദുൽ ഫാത്തിഹി അയാളാണ് ഈ കോൺസ്റ്റാന്റിനോപ്പൽ അയാൾ ഫതഹാക്കൽ അഥവാ 1517 ഉസ്മാനി ഖലീഫമാരാണ്. ಅದಕ್ಕೆ മുന്നിൽ തുർക്കിയിൽ ഇന്നത്തെ ഏറ്റവും വലിയ കോട്ടയാണ് കോൺസ്റ്റാന്റിനോപ്പൽ. അത് ഒരാൾക്കും പിടിക്കുകയായിട്ടില്ല. എത്രയോ ആൾമാർ അതിൽ എടുക്കൂ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ ചൊന്നിട്ടിണ്ട് കോൺസ്റ്റാന്റിനോപ്പൽ ആര് പിടിക്കാറാ ആ പിടിക്കിടങ്കത്തെ ആൾമാർ ഏറ്റവും നല്ല ആൾമാരാണ്. അതിൽ അമീർ ഏറ്റവും നല്ല അമീറാണ്. നിഅമൽ അമീറു അമീറു ഹാ വനിഅമൽ ജയ്സു ദാലിക ജയ്സ് അത് ഏറ്റവും നല്ല പട്ടാളാണ്. അണ്ടേ ചൊന്നു. എന്തിനാണ് അങ്ങനെ ചൊന്നെങ്കിൽ തുർക്കി വളരെ അത്ഭുതകരമായ പ്ലേസാണ്. അഥവാ കുറച്ച് യൂറോപ്പിലാണ് കുറച്ച് ഏഷ്യത്തിലാണ് തുർക്കി ഉള്ളത്. ആ തുർക്കിയുടെ ഒരു ഭാഗത്ത് ഇപ്പുറത്തുള്ള കോൺസ്റ്റാന്റിനോപ്പൽ കോട്ട 2000 വർഷത്തോളം ക്രിസ്ത്യൻസ് ആടലിത്താക്കിക്കൊണ്ടിരുന്നാണ്. അവിടെ എല്ലാം നിറഞ്ഞിന്റെ അന്യായങ്ങൾ. അവിടെ ആർക്കും അത്ര സുലാഭത്ത് പോകാറില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ചൊല്ലുന്നത്. അപ്പൊ അത് കേട്ടിട്ട് ചെമ്മ ആൾമാർ അവിടെ പോയിട്ട് പരാജയപ്പെട്ടു വന്നതാണ്. അപ്പുറം നമുക്ക് പോകായിട്ടില്ല. ആ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബത്തിന്റെ കാലത്തെ പോയിട്ടാണ് ഈ ഹദീസ് കേട്ടിട്ട് അതിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഞാൻ ചെന്നല്ലേ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ചൊല്ല സ്വഹാബി. മദീനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച ആ സ്വഹാബിയും ഈ യോദ്ധാക്കളെ കൂട്ടത്തിലിട്ട് പക്ഷെ പോകുമ്പോ വഴിയിൽ വെച്ച് അയാൾ മരിക്കിട്. അയാളെ ഈ കോട്ടനെ മൊട്ടപ്പം പോയിട്ട് പിന്നെ ദഫനാക്കിടാറ് തുർക്കിയിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഈ ഹദീസ് കേട്ടിട്ട് ചെമ്മ ആൾമാരോട് പോണ്ടാർ ആർക്കും അവിടെ വിജയിക്കുക ഉള്ളു. പിന്നെ അതിനെ പിടിച്ചതാരെന്ന് കേട്ടെങ്കിൽ AD 1453 മുഹമ്മദുൽ ഫാത്തിഹ് റളിയല്ലാഹു അൻഹു ചൊല്ലെങ്കത്തെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഭരണാധികാരി. അയാളുടെ പേരിലെ അൽ ഫാത്തിഹ് എന്നാണ്. എന്തുകൊണ്ട് പിടിക്കുക ഉള്ള ചൊന്നെങ്കിൽ തുർക്കി ഒരു ഭാഗത്ത് അപ്പുറത്ത് ബ്ലാക്ക് സീ
ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ സീ മാപ്പ് നോക്കുക, അപ്പുറത്ത് ബ്ലാക്ക് സീ ഉണ്ട്, ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ സീ ഉണ്ട്. ഇതിൽ രണ്ട് ബന്ധിക്കിടക്കത്തെ ജലസന്ധിയാണ് ബോസ്ഫറസ് ജലസന്ധി ചൊന്നിട്ടു യൂറോപ്പിൽ തുർക്കിയിലുള്ളത്. ഈ ബോസ്ഫറസ് ജലസന്ധിന് ഇപ്പുറത്ത് ഗോൾഡൻ ഹോൺ ചൊന്നിട്ടൊരു ജാഗയുണ്ട്. ഇതൊരു ജലസന്ധിയാണ്. ഇതിന് ഇപ്പുറത്താണ് ഇസ്താംബുൾ കോട്ടയുള്ള, കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ടയുള്ള. ഒരിക്കലും ഈ കടലിൽ വന്നെങ്കും ഇതിന് ഇപ്പുറം കടക്കുകയില്ല. 2000 വർഷത്തോളം ഇങ്ങ പഠിച്ചാറ് ലോകത്ത് അക്രമം മാത്രം നിറച്ചാറ് ഇപ്പുറം പോകാവില്ല. എന്തേ ചൊന്നെങ്കിൽ ഇവിടെ ചങ്ങല ഇട്ടാറ് ഈ കടലിൽ. ഏത് കപ്പൽ വന്നെങ്കും ഇവിടെ താണ്ടിട്ടങ്ങ് പൊലിട്. അതുകൊണ്ട് എല്ലാവരും വന്നിട്ട് ഊടലെ സോത്ത് പോയോണ്ടിരുന്നാറ്. അപ്പൊ എന്ത് ചെയ്യും? മുഹമ്മദുൽ ഫാത്തിഹ ചൊല്ലിക്കത്തെ ലോകത്തെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ അയാളൊരു തീരുമാനാക്കിയിട്ട് ബോസ്ഫറസിലൂടെ വന്നിട്ട് കൂടെ ഗലാട്ടാൻ ചൊല്ലുന്ന ഒരു ജാഗയുണ്ട്. 10 കിലോമീറ്റർ കാട് കൊത്തിയാറുണ്ടാണ്. കാട് കൊത്തിട്ട് അതിന് മേലില് അങ്ങ് ക്യാൻഡിലെല്ലാം പിന്നെ വരച്ചിട്ട് ജാവുകാണ് ഉണ്ടാക്കിയ പണി. അല്ലാഹു അക്ബർ ചൊല്ലും. എന്നിട്ട് കപ്പൽ അതിന് മേലിൽ കയറ്റിയിട്ട് ഇഞ്ഞ വരാട്ട് നേരെ ഗോൾഡൻ ഹോൺ കടത്തിയാർ. കപ്പൽ കടത്തിയിട്ട് നേരെ ഇസ്താംബുൾ കോട്ടയ്ക്ക് പോയാൽ, കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ടയ്ക്ക്. അത്ര പണി ചൊല്ലു വളരെ ഈസിയാണ്. അത്രയും പ്രയാസപ്പെട്ടിട്ട് ഈ ചരിത്രം വായിക്കടാറ്. ലോകത്ത് ഇങ്ങനെയും അത്ഭുതങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹുടെ സ്പെഷ്യൽ കഴിവ് വേണം. കാരണം അത്രത്തോളം ആർക്കും ആവാതെങ്കിൽ അത്ഭുതം മുഹമ്മദുൽ ഫാത്തിഹ ഉണ്ടാക്കിയിട്ട് ആ ഇസ്താംബുൾ പിടിച്ചിട്ട്, ഇസ്ലാംബൂളാണ്, അതാണ് ഇസ്താംബൂളായി. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചാൽ അത് പിടിച്ച ആളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഫാത്തിഹ ചൊല്ല ആള്. ആ മുഹമ്മദുൽ ഫാത്തിഹ അയാളെ ഷെയ്ഖായിക്കത്തെ ശംസുദ്ദീൻ ചൊല്ല ആളെ. ആ ശംസുദ്ദീന്റെ വിളിച്ചു വന്നിട്ട് ചൊല്ലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം കൊടുത്തെങ്കിലത്തെ ഒരാളുണ്ട്, അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അയാളെ ഖബർ എവിടെയായിട്ട് നമുക്ക് വന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കാട്ടിത്തരണോ. അയാളെ ഖബറിന് വലിയ മഹത്വമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിദ്മത്താക്കിയെങ്കിലത്തെ പിടിച്ചെങ്കിലത്തെ സ്നേഹിച്ചെങ്കിലത്തെ ആളാണ്. അങ്ങനെ ഗോൾഡൻ ഹോണിന്റെ മുട്ട ഭണ്ഡാർ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ചൊല്ല ആൾ ചൊല്ലു, ഹാഉനൽ ഖബർ യാ ജലാലത്ത സുൽത്താൻ. ഊടെയാണ് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയുടെ ഖബറുള്ളേ ചൊന്നിട്ടു അയാളെന്ന് കാട്ടിക്കൊടുക്കൂ. അപ്പൊ അതിനെ ഹയാത്താക്കണം ചൊന്ന് വന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഫാത്തിഹ എത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ അതേ മുഹമ്മദുൽ ഫാത്തിഹയുടെ മോനാണ് ബായസീദ് സാനിയും ചൊല്ലത്ത ആള്. ഈ ബായസീദ് സാനിക്ക് ബാപ്പ അതേ മഹബത്ത് ഇട്ടു കൊടുക്കൂ. ബായസീദ് സാനി എന്താക്കണം ചൊന്നെങ്കിൽ അയാളൊരു സഹോദരൻ സ്നേഹിതൻ ബാബാ യൂസുഫ് ചൊല്ല ആള്. അയാൾ ഹജ്ജിക്ക് പുറത്താവും. ഹജ്ജിക്ക് പോകുമ്പോ ഈ ബായസീദ് സ്ഥാനിട്ടുള്ള ഖലീഫ അയാളെ കയ്യിൽ കുറെ ബംഗാർ കൊടുക്കും. എന്നിട്ട് ചൊല്ലു, ഹാദാ മാ റസഖനി അല്ലാഹു ബിഹി മിൻ അർഖി ജബീനി. സ്വന്തം തന്നെ പേർക്കു പിന്നെ ഇത്വാട്ടിട്ട് നാണ് പൈസ ഉണ്ടാക്കിയ പൈസയാണ്. ഈ പൈസ നിങ്ങൾ ഇതെടുത്തോണ്ട് പോകണം. ഇത് റൗദത്തുൽ മുതഹറ, മദീനത്തിലുള്ള റൗദ ഉണ്ടല്ലേ, അവിടെ വിളക്കു ഉണ്ടാക്കൂ, വിളക്കു നിർമ്മാണാക്കൂ. അതിനെ പിന്നെ എണ്ണകുവേനായിട്ട് ഈ പൈസ നിങ്ങൾ യൂസ് ആക്കണു ഒന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദ്റത്ത് നിങ്ങൾ പോയെന്ന് ചൊല്ലണം, ഇദാ യാ റസൂലല്ലാഹ് ഖാദിമുക്കൽ ഫഖീറു ബായസീദ് യുഖരിഉകസ്സലാം. നിങ്ങളെ ഖാദിമായ ബായസീദ് നിങ്ങൾക്ക് സലാം ചൊല്ലുന്നു നബിയെ. ഈ ബംഗാര കഷ്ടം നിങ്ങൾക്ക് കടത്തിയത് അത് നിങ്ങൾ സ്വീകരിക്കണോട്ട് നിങ്ങൾ മദീനത്ത് പോയി ചെല്ലണോട്ട് ഈ മുഹമ്മദുൽ ഫാത്തിഹിന്റെ മോൻ വിശദീകരിച്ചോണ്ടു. അങ്ങനെ കുറെ സംഭവങ്ങളുടെ ചൊന്നെങ്കിൽ തീരാത്തതാണ്. സലീം സുൽത്താൻ സലീമുൽ അവ്വൽ ചൊല്ലെങ്കിലത്തെ ആള് അയാളും അങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാൽ അങ്ങനെ സലീമുൽ അവ്വൽ അയാൾ ഒരു പള്ളിയിൽ പ്രസംഗം കേട്ടുകൊണ്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഖതീബ് ചൊന്നത് എന്തിനാ വന്നുകൊണ്ട ഹാക്കിമുൽ ഹറമൈൻ, ഹാക്കിമുൽ ഹറമൈൻ ചൊല്ല, ഖാദിമുൽ ഹറമൈൻ അതുപോലെ ഹാക്കിമുൽ ഹറമൈൻ, രണ്ട് ഹറമയുടെ ജഡ്ജാണ് ഇയാളും ചൊന്നപ്പ അത് ഈ സുൽത്താൻ ഇഷ്ടപ്പെട്ടില്ലേ, അയാൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലേ. അയാൾ എന്താക്കിട്ട് ലാലാ ലസ്തു ഹാക്കിമൻ ലിൽ ഹറമൈൻ, ഞാൻ ഹറമൈന്റെ ഹാക്കിമല്ല അങ്ങനെ ചൊല്ലുക. പലക്കത്തിൽ പോലും അതവ് വേണം. ഞാൻ ഖാദിമുൽ ഹറമൈനിയാണ്, ഹറമൈന്റെ ഖാദിമാണ് ചെന്നപ്പ ഖതീബ് എന്ന പ്രസംഗത്തിൽ അങ്ങനെ ചൊല്ലുകൊണ്ടാണ്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആ ഖതീബ് വലിയ ഹദിയവും പോയി കൊടുത്തു. ഈ ബഹുമാനപ്പെട്ട രാജാവ് കൊണ്ട് ചരിത്രം ചൊല്ലു. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഖാനൂനിയും ചൊല്ല രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അയാളുടെ ചെല്ല് നീന് പിന്നെ ബെൽഗ്രേഡ് അഥവാ സെർബിയാത്തിലെ ക്യാപിറ്റലാണ് ബെൽഗ്രേഡ്. അതുപോലെ റോദാസ്റ്റോളിലേക്കെത്ത ജാഗ ഐസ്ലാൻഡ് ഓഫ് ഗ്രീസ്. ഈ രണ്ട് ജാഗയും ബഗ്ദാദും അതെല്ലാം ഫതഹാക്കിയാൽ പിന്നെ നന്റെ മദീനത്തെ ഉണ്ടായിക്കോ നിർമ്മാണാക്കോ നിങ്ങൾ തുടങ്ങണോണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ ചൊല്ലുകൊണ്ടാണ് ചരിത്രം.
അങ്ങനെ കുറെ വിഷയങ്ങൾ അതിൽ പിന്നെ മക്ക മദീനത്തിൽ തന്നിന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ പലതുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതേ സുൽത്താൻ യാ ഹബീബല്ലാഹി യാ ദിയാ അൽ ആലമീന, ഞാൻ ഈ സബ്ജക്റ്റിന്റെ എന്തിക്ക് ചൊന്നെങ്കിൽ ലോക മുസ്ലിമീങ്ങളുടെ ചരിത്രം എത്രയെണ്ണം കൊണ്ടാവണോ. ലോകത്ത് 800 വർഷം ആടലിത്താക്കിയെങ്കിലത്തെ ഖലീഫമാരാണ്. ആ ഖലീഫമാർ ഈ മഹബത്തിൽ കുളിച്ചാൽമാരാണ്. ലോകത്ത് അന്യാന്യ പള്ളി ഉണ്ടാക്കിയ ആൾമാർ, സ്വലവാത്തുകൾ ഉണ്ടാക്കിയ ആൾമാർ, ഹൽക്കകൾ ഉണ്ടാക്കിയ ആൾമാർ, ഈ മഹബത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾമാരാണ്. വണങ്ങിയ ഇസ്ലാം വന്നത് ഈ അടുത്താണ്. ഇതാർക്കും വന്നില്ല. അതാണ് ഞാൻ ചൊന്നേ. പ്രസന്റ് മാത്രം പഠിച്ചിട്ട് അവിടെ ഉണ്ടാ, ഇവിടെ ഉണ്ടാ, മക്കത്തുണ്ടാ, മദീനത്തുണ്ടാ, ഇങ്ങനെ കേൾക്കുക പഠിച്ചതല്ലാണ്ട് ചരിത്രം പഠിക്കുക പോയില്ല. 1400 ചില്ലറ വർഷത്തെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്താണ്? ഗോൾഡൻ ചരിത്രമാണ്. ഖിലാഫത്ത് വരെ. ആ മഹാനായ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ഖാനൂനി അയാൾ ചൊല്ലു യാ ഹബീബല്ലാഹ് യാ ദിയാ അൽ ആലമീന ബിബാബിക്കൽ അലി വഖഫൽ ആശിഖൂന. ഓ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും വലിയ ഇതെവിടെ ഇസ്താംബുളിൽ നിന്നിട്ടാണ് ചൊല്ലെ. തെബിലത്തിന് മുന്നിട്ടിട്ട് തുർക്കിയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് ഫുആദിയൽ മക്റൂബു ബിക യഫ്റർ, ദുഃഖം നിറഞ്ഞിട്ട് തന്റെ ഖൽബ് സന്തോഷിക്കുന്നത് നിങ്ങളെ കൊണ്ട് മാത്രമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറെ മഹത്വങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താൻ അൽ ഹമീദുൽ അവ്വൽ ചൊല്ലിക്കത്ത രാജാവ്, തുർക്കിയിലുള്ള ടോപ്പ് കോപ്പി മ്യൂസിയം, അതിലെല്ലാം ആധാർ സൂക്ഷിച്ചു വെച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവിടെ ഇയാൾ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊറുപ്പു അതിങ്ങനെ ചുംബിക്കുക, അയാളെ നെഞ്ഞി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് അയാൾ ചൊല്ലു ലൈതനി അഹ്മിലു നഅലക ശരീഫ ദായിമൻ അലാ റഅസി കത്താൽ. ഓ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഈ പവിത്രമായ ചെറുപ്പുടെ എപ്പോഴും കിരീടം പോലെ തന്റെ തലയുടെ മേൽ ഞാൻ പുറത്തു നടന്നിരുന്നെങ്കിൽ എത്ര നല്ല ഇത്ത്. യാ സ്വാഹിബൻ നഅലിൻ കരീം യാ വദ്ദത ഹദീഖത്തൽ അംബിയാ, ഏറ്റവും നല്ല ചെറുപ്പുടെ ആൾ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈതനി അംസഹു വജ്ഹി ദായിമൻ അലാ അഥരി ഖദമിക യാ വദ്ദത്തൽ ഉറൂദ്. ഓ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ കാൽപാദത്തെ അടയാളം പതിഞ്ഞതാണ് ഈ ചൊറുപ്പു. ആ ചൊറുപ്പുടെ എപ്പോഴും തന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ ചുംബിച്ചോണ്ടിരുന്നെങ്കിൽ എത്ര നല്ല ഇത്താണ്. മഹബത്ത് കൊണ്ട് അയാൾ പാടേ. അങ്ങനെ എത്ര ആൾമാരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. സുൽത്താൻ അബ്ദുൽ അസീസ് ചൊല്ലിക്കത്ത ആള് അയ്യൻ മിൻ ഉശാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാൾ മദീനത്തെ അയാളെ അരമനക്ക് കടലാസ് ഫണ്ട്. എവിടെയാണ് കടലാസ് ഫണ്ട്? മദീനത്തെയാണ് കടലാസ് ഫണ്ട്. അങ്ങനെ കടലാസ് വരുമ്പോ ഇയാൾക്ക് ഭയങ്കര രോഗമാണ്. ഇയാൾ കിടത്തത്തിലുണ്ടാവുമ്പോ കടലാസ് ഒന്നോ പിന്നെ രാജാവുടെ മുട്ട കൊമ്പോണ വേണ്ടേ അങ്ങ് കുറെ ആൾമാർ ഇതാക്കിയാൽ. പക്ഷെ രാജാവുടെ മുട്ട കൊമ്പോണോ, രാജാവ് ഒന്ന് വായിച്ച് കേൾപ്പിക്കണോ. രാജാവ് വന്നേത്ത് കടലാസ് വന്നത് മദീനത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കടലാസ് കടത്തിലല്ല, പിന്നത്തെ വിഷയമാണ്. പക്ഷെ വന്നത് എവിടെ? എത്ര മദീനത്തെ കടലാസ് വന്ന് ആ സമയത്ത് ഇയാളെ കണ്ണിങ്ങനെ തിളങ്ങൂസുറുവൈത്ത് അയാൾ മന്ത്രിയുടെ ഒട്ടിക്ക് ചൊന്തു, ഇപ്പൊ ഈ കടലാസ് ഓതുകൊണ്ടിരുന്ന ഞാൻ നിങ്ങളൊട്ടി കൽപ്പിക്കണേ ഇർഫാണി, ഞാൻ കിടത്തത്തിലുള്ളല്ലേ എന്റെ ഒന്ന് ഉയർത്തുള്ളൂ. എന്തുകൊണ്ടു ചൊന്നെങ്കിൽ മദീനത്തെ വന്നെങ്കത്തെ കടലാസ് കിടന്നോണ്ടു കേൾക്കണത് ഞാൻ ഇഷ്ടപ്പെടില്ല. അത് കഥ കൊണ്ടു മാത്തു കൊണ്ടു നന്റെ ഒന്ന് തെപ്പാട്ടറു, പിന്നെ നിങ്ങൾ കടലാസ് ഓതറു ചൊന്നിട്ടു. അബ്ദുൽ അസീസ് ചൊല്ലെങ്കത്തെ ആ രാജാവ് ചൊന്നിട്ടു. പിന്നെയാണ് അയാളത് വായിച്ചുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, മദീനത്തെ ഏത് ഫയൽ വന്നെങ്കും എന്ത് വന്നെങ്കും ഉളോട് കൂടെ അല്ലാണ്ട് അത് തൊട്ടോണ്ടില്ലാത്ത അയാൾ എന്തുകൊണ്ടു അയാൾ ചൊല്ലെ ഈ കടലാസ് എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മണ്ണിടെ പൊടി തട്ടിയെങ്കത്തെ കടലാസാണ്. അതുകൊണ്ട് ആ കടലാസിന് ആദ്യം ചുംബിച്ചോണ്ടിട്ട് എന്നിട്ട് അയാളെ നെറ്റിയുടെ മേൽ വെച്ചോണ്ടിട്ട് എന്നിട്ടാണ് ഓതുമേനായിട്ട് അയാൾ തുറന്നോണ്ടിന്നേന്റെ ചരിത്രം ചൊല്ലു. അങ്ങനെ സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബുകൊണ്ട് അങ്ങേയറ്റം സ്നേഹിച്ചെങ്കത്തെ രാജാക്കന്മാർ, സ്വാലിഹീങ്ങളായ ആൾമാർ, അങ്ങനെ ഭാഗ്യമേ അബ്ദുൽ ഹമീദ് സാനി, അതുപോലത്തെ രാജാക്കന്മാരെ വകെ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു നൂറുകണക്കിന് വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടെങ്കത്തെ രാജാവ് ഇമാം കിതാബിൽ തിരും ചൊന്നെങ്കിൽ അങ്ങനെ മഹത്വം എത്രയായിട്ട് മനസ്സിലാക്കാം. അഥവാ ഇത് വളരെ സംക്ഷിപ്തമായിട്ടാണ് ഞാൻ ചൊന്നത്. ഉസ്മാനി ഖലീഫമാരെ പറ്റി കേൾക്കണമെങ്കിൽ അത്ഭുതങ്ങളാണ്, അത്രയും വലിയ ആൾമാരാണ്. അപ്പൊ ഞാൻ ചൊന്നെ ഒരു ഭാഗത്ത് അധികാരമുണ്ട്, ഒരു ഭാഗത്ത് പൈസ ഉണ്ട്, സേവകന്മാർ, അങ്ങനെ പലത് എന്തെല്ലാമിക്കും. ആ സമയത്തും മുഹബ്ബത്തുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറക്കാണ്ട് ഖൽബിൽ കൊണ്ടു നടന്നിരിക്കുന്ന ആളാണ്, ആൾമാരാണ്. അങ്ങ് എന്തിയക്കത്തെ വൈത്ത് ഇന്നും ഹുജറത്തു ശരീഫത്തെ റോമുൽ മായാട്ട് കുറച്ച് കിരകളാണെങ്കിലും അതങ്ങനെ അവിടെ ബാക്കിയായിരുന്നു. അപ്പൊ ഈ ഉപ്പ് എപ്പോഴെല്ലാം ആൾമാരെ ഖൽബിൽ നിറയിട അപ്പോഴെല്ലാം ലോകത്തങ്ങൾക്ക് വലിയ ഫതഹാണ്. 1909 വരെ
മുസ്ലിം ലോകത്ത് വലിയ ഫത്വ ഇതിലെല്ലാം അത് ചൊല്ലു. അഥവാ ഫ്രാൻസിലും അല്ലാത്തവക്ക ഇസ്ലാമിനെ എതിർത്തിട്ട് സിനിമ ഉണ്ടാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് സിനിമ ഉണ്ടാക്കിയപ്പോ അവിടെ അംബാസിഡറെ തുർക്കി ഖിലാഫത്ത് ആസ്ഥാനത്ത് വിളിച്ചിട്ട് അതിനെ പുറത്തിറക്കോ തീരാനുള്ള ഒരു വാക്ക് മാത്രമാണ്. അതോടുകൂടെ യൂറോപ്പിലെ കാലങ്ങ് വരച്ചോണ്ടിരുന്ന് ലോകത്തുള്ള ശത്രുക്കളെ കാൽ വരച്ചോണ്ടിരുന്ന് അതുകൊണ്ട് അങ്ങ് വിചാരിച്ചാൽ മുസ്ലിമീങ്ങളെ ലോകത്തെ തകർക്കാണ്ട് നിങ്ങൾക്ക് ഒളികാരയില്ലേ. അതുകൊണ്ടാണ് 1991 ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയാൽ മുസ്ലിമീങ്ങളെ പിടിച്ചാൽ യൂറോപ്പിൽ കുറെ ബ്രിട്ടീഷ് ഗൂഢചാരിമാരെ ഹംഫർ പോലത്തെ കുറെ ആൾമാരെ മുസ്ലിം നാമത്തിൽ ലോകമൊട്ടാകെ കടത്തിയാൽ ഹംഫറിന്റെ ചരിത്രം എന്താണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചൊല്ലെങ്കിന്റെ ഈ ധർമ്മത്തെ അഥവാ പുതിയ തൗഹീദ് ശിർക്ക് സ്ഥാപനാക്കിയ ആളിലൊട്ടി അവൻ കൂടിയ അവൻ മുസ്ലിമായി നടിച്ച എന്നിട്ട് മുസ്ലിം ലോകത്തെ തകർക്കുവാനായിട്ട് ഗൂഢശ്രമങ്ങൾ ഉണ്ടാക്കിയാൽ അതിന്റെ ഭാഗമായി മുസ്ലിം ലോകം തകർത്ത് 1909 പുറത്താക്കിയാറ്. അതിൽ പിന്നെ ഒന്നനെ വിശ്വമഹായുദ്ധം ഉണ്ടായിട്ട് തുർക്കിനെ പേർത്തേക്കും പറ്റിട്ടുണ്ടാറ്. എന്നിട്ടോ 50 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ നശിച്ചു പോയാറ്. 4 കോടി ആൾമാരെ ഒന്നനെ വിശ്വമഹായുദ്ധത്തിൽ, ಎರಡನೇ വിശ്വമഹായുദ്ധത്തിൽ 7 ചില്ലാര കോടി ആൾമാരെ കൊന്നാറ്. മുസ്ലിമീങ്ങളെ അല്ല, ലോകത്തുള്ള മുഴുവൻ ആൾമാരെ കൊന്നാർ. 10 കോടിയോളം ആൾമാരെ 2 മഹായുദ്ധത്തിൽ കൊന്നാർ. ഇന്നും 3ನೇ വിശ്വമഹായുദ്ധം 10 കോടി എന്തല്ല 100 കോടി ആൾമാർ മരിച്ചു പോവാൻ. ആ രൂപത്തിൽ ലോകത്തെ നശിപ്പിക്കുക മാത്രമാണ് ഈ ആൾമാർ നോക്കിയത്. ഞാൻ ചൊന്നെ ലോകത്ത് ഇങ്ങനതൊന്നും നടന്നുകൊണ്ടില്ല. എങ്ങനെ നോക്കിയപ്പോ ഉസ്മാനി ഖലീഫമാർ തടയാണ്. ലോകത്തിൽ ബന്ധുക്കും കോളനിയാക്കോ വിട്ടുകൊണ്ടില്ലത് കടലിലും മക തടയാണ്, കരയിലും മക തടയാണ്. ഇങ്ങനത്തെ ഒരു ശക്തിയെ എങ്ങനെ ഇല്ലാണ്ടാക്കണോ ಅದಕ್ಕೆ വേണായി നിരന്തര ಹೋರಾಟಾക്കിയിട്ട് അവസാനം അതിൽ ജയിച്ചാർ. അങ്ങനെ 1909 ആ സമയമാവുമ്പോ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ഇസ്സത്ത് അങ്ങ് നശിച്ചു പോയിട്ട് ഇന്നും ആ ഇസ്സത്ത് രണ്ടാമത് ഉണ്ടാക്കുക സാധ്യമായിട്ടില്ല. ഇനി ഒരു ഖലീഫ പറഞ്ഞു സാധ്യവുമില്ല. അവസാനത്തെ ഖലീഫ ആയിട്ടിക്കൂ 100ാമത്തെ ഖലീഫ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലാസ്റ്റ് വേണ്ടതായിട്ട്. അതുവരെ പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങൾ മാത്രമാണ് ലോകത്ത്. എന്തുകൊണ്ടും കേട്ടെങ്കിൽ ഒരേ ആൻസറാണ്. മുസ്ലിം ലോകം ഇത്രയും തകർച്ചക്ക് പോകുള്ള കാരണം അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ ലോകത്തെ നശിച്ചു പോയിട്ട്. അങ്ങനെ കാലത്ത് ഇമ്മാതിരി പൈസ ഇന്ത്യന്റെ പേര് കണ്ട അബ്ദുൽ ഹമീദ് ഉസ്മാനിയുടെ കാലത്ത് യൂറോപ്പിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങൾ ഇൻക്കെതിരെ യുദ്ധത്തിലാണ് വന്നത്. ആ സമയത്താണ് സൗദി അറേബ്യ പിടിച്ചെടുക്കുക ആൾമാർ വന്നത്. സൗദിയിൽ ആടലിത്താക്കിയത്, പിടിച്ചെടുത്തിയത്, തുർക്കി ഖലീഫമാരെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ 2ാമത് ഖലീഫമാർ പുറത്താക്കിയ. അപ്പൊ ഞാൻ ചൊന്നത് മുസ്ലിം ലോകത്ത് ഇസ്സത്തും എന്നൊക്കെ ഖലീഫമാർ അങ്ങ് ഇത്രയും വലിയ സ്ഥാനങ്ങളെല്ലാം കിട്ടും. കാരണം അള്ളാഹുടെ മുറുകെ പിടിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാൽ, ആ സ്നേഹം ഖൽബിലങ്ങ് കൊണ്ടു നടന്നാൽ അതിന് കാരണമായിട്ട് അള്ളാഹു നമുക്ക് വലിയ ഇസ്സത്ത് കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമെല്ലാം നമുക്ക് നഫിയായ ഇൽമ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മുസ്ലിം ലോകത്തെ പൂർവ്വകാല ഹിസ്റ്ററി പഠിച്ചിട്ട് മുസ്ലിമീങ്ങളെ സരണി എന്താണ്, ഇസ്സത്ത് എന്താണ്, അത് പഠിക്കുകയും ഉൾക്കൊള്ളവും അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ഭുതകരമായ മഹബ്ബത്ത് അള്ളാഹു ഞങ്ങളെ ഖൽബിലും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. മദീനത്തെ കടലാസ് വന്ന് ചൊന്നപ്പ അതവ് കാട്ടിയാറുണ്ടായെങ്കിൽ അത് ലോകത്ത് അതുല്യമായ മഹബ്ബത്താണ്. ഞങ്ങൾക്ക് എത്ര ചൊന്നെങ്കും അർത്ഥമാവാത്ത, ഉൾക്കൊള്ളുകാവാത്ത, ചൊന്നെങ്കും മനസ്സിലാവാത്ത മഹബ്ബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ഞങ്ങളെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിലുള്ള മുഴുവൻ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. തല മുതൽ കാൽ വരെ അള്ളാഹു നിങ്ങൾക്ക് വലിയ ആഫിയത്ത് നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെ ഒരു കുഞ്ഞാവടെ പോകണം കബീർ മിസ്ബാഹിച്ചുള്ള ആള് ഇന്നലെ പെട്ടെന്ന് ചെറുപ്പക്കാരനാണ്, മനസ്സിലായിട്ടില്ല. സഡൻ ഒരു രോഗം വന്നിട്ട് കങ്കനാടി ഹോസ്പിറ്റലിലുള്ള ICUലാണ്. ഡോക്ടർമാരെല്ലാം കൈവിട്ടുകൊണ്ടിരുన్నారు. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സറ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മഹബ്ബത്ത് പറഞ്ഞ ഈ ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. മുഴുവൻ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. അവർക്ക് നീ ആജിലായ ശിഫ കൊടുക്കണം റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണം റഹ്മാനെ.
കാമിലായ ശിഫ നൽകണം റഹ്മാനെ, ആജിലായ ശിഫ നൽകണം റഹ്മാനെ. നമുക്കും മരണം വരെ ഇസ്സത്തോടെ ആഫിയത്തോടെ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ.